ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മുഴുവനും നമ്മൾ കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നുകൂടെ ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കാറ്റഗറീസിൽ വരുന്ന റൂംസാണ്. നമുക്ക് നേരെ ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണിത്. നമുക്ക് ആദ്യം ബെഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു കിങ് സൈസ് ബെഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. വളരെ നന്നായിട്ടത് മേക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് ചാർജിങ് പോയിൻറ്റും ഒരു മിനി ടേബിളും കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ TV വരുന്നുണ്ട്. അതേപോലെ തന്നെ മിറർ സ്റ്റാൻഡ്, വേസ്റ്റ് ബിന്ന്, സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഷെൽഫും കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഓൾഡ് ടൈപ്പ് ഷെൽഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പഴയ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു ടൈപ്പായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ആവുക. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. ഇവിടെ 2 ചെയറൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊരു നോൺ AC റൂമാണ്. AC പകരം ഈ ഒരു റൂമിൽ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ACയുടെ ഒരു ആവശ്യം ഇവിടെ വരുന്നതായിട്ട് തോന്നില്ല. അത്രയും നല്ലൊരു തണുപ്പ് നമുക്കിതിൻ്റെ ഉള്ളിൽ ഫീൽ ആവുന്നുണ്ട്. പിന്നെ റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം നോക്കുവാണെങ്കിൽ എല്ലാവിധ ഫെസിലിറ്റീസും ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം. വാഷ് ബേസും അതേപോലെ തന്നെ മിറർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ഡ്രൈ ആയിട്ടും അവർ ബാത്റൂമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു റൂമിൽ വരുന്നത്. തൊട്ടപ്പുറത്ത് വരുന്ന റൂമിലും സെയിം ഫെസിലിറ്റീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 2 ബെഡ്റൂം കോട്ടേജ് കണ്ടു. അതിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസും കണ്ടു. അതേ ടൈപ്പ് റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്തും വരുന്നത്. ഇവിടെ എന്താണ് എക്സ്ട്രാ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് ബാൽക്കണി വരുന്നുണ്ട്. അതാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമുക്ക് മുകളിൽ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ബാൽക്കണി തന്നെയാണ് മറ്റു റൂമുകളിൽ നിന്നും ഈ ഒരു റൂമിനെ വ്യത്യസ്തമാക്കുന്നത്. പിന്നെ ബാൽക്കണിയിലായിട്ട് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള 2 ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പിൾസിനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു റൊമാൻറ്റിക് ടൈം ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്ക് റൂമിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം കണ്ടിരിക്കുന്ന റൂമിൽ കൊടുത്തിരിക്കുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയാണ് ഈ റൂമിലും വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റൂംസും അതേപോലെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റീവാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രം ബുക്കിങ്ങിലേക്ക് പോവുക. ഇവിടെ മാക്സിമം 16 മെമ്പേഴ്സിനാണ് നിലവിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഫാമിലിക്കും അതേപോലെ കപ്പിൾസിനാണ് നിലവിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ബുക്കിംഗ് ഡേറ്റും എത്ര മെമ്പേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയച്ചു തരിക. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. കട്ട്.